ഒരു സങ്കടകരമായൊരു വാർത്ത പറയാനാണ് വരുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളവും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. സോ അതിൻ്റെ വിഷ്വൽസാണ് കാണിച്ചിട്ട് പോകുന്നത്. വളരെ കഷ്ടമേറിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നോക്കി ഇതാണ് അവസ്ഥ ഗൈസ്. വീടിലുള്ള അവസ്ഥയാണ് ഗൈസ്. നമ്മുടെ വീടിന്റെ ഉമ്മർത്തുള്ള അവസ്ഥ നോക്കിയാൽ പണ്ടുകളൊക്കെ ഏകദേശം മുങ്ങി. എന്തോ പറയാൻ ഗൈസ്, ഇത് നമ്മുടെ ഉനിച്ചിറ, കൊച്ചി ഉനിച്ചിറയിലെ അവസ്ഥയാണ് ഗൈസ്. അത് കഞ്ഞി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള അവസ്ഥയിൽ അദ്ദേഹം ആ വണ്ടിയും കൊണ്ട് വരുന്നു നോക്കിയ ഗൈസ്. കൊച്ചിയിലെ കാണാൻ കാഴ്ചകളിലേക്കാണ് നിങ്ങൾ എത്തിക്കുന്നത്. സോ ഭയങ്കര സീനാണ് ഗൈസ്. എന്താ പറയാ നല്ല രീതിക്ക് മഴ നിറഞ്ഞിട്ടുണ്ട്. എന്തോ മുട്ടുംകാലിന്റെ മേലാണ് ഗൈസ് വെള്ളം. എന്റെ ഹൈറ്റില് മുട്ടുകാലിന്റെ മേലേക്ക് വെള്ളം വരുന്നുണ്ടെങ്കിൽ സോ അറിയാലോ, അതാണ് ഗൈസ് അവസ്ഥ. നല്ല രീതിക്ക് ഒഴുക്കുണ്ട്. എന്തോ പറയാ, അതിന്റെ ഒരു ഫ്ലോയിൽ തനിയേ പോവാണ് ഗൈസ്. അത്തരത്തിലുള്ള ഒരു ഒഴുക്കാണ്. ഇതുണ്ടോ വീടിന്റെ ഒക്കെ അവസ്ഥ നോക്കി ഗൈസ്. വണ്ടി അടക്കം മുങ്ങിപ്പോയി. അയ്യോ, എല്ലാവരും നോക്കി നിൽക്കാണ്. നാട്ടുകാർ ഫുള്ള് ഉണർന്നിട്ടുണ്ട്. കാരണം അത്തരത്തിലുള്ള വെള്ളം കയറലാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് ഗായ്സ്, എന്താ അവസ്ഥ അല്ലേ? നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ടല്ലേ. ഒരു ഹോസ്റ്റലാണ്, ഹോസ്റ്റലൊക്കെ മുങ്ങിപ്പോയി ഗൈസ്. നിയന്ത്രണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇതാ വഴിയും കാര്യങ്ങളൊക്കെ അടച്ച് കെട്ടി തുടങ്ങിയിട്ടുണ്ട്. കെട്ടിയെടുത്തിട്ടുണ്ട്. കടയടക്കം മുങ്ങിയ അവസ്ഥയാണുള്ളത്. നമുക്ക് ഭക്ഷണം കിട്ടുമെന്നുള്ള ഒരു നോക്കാൻ വേണ്ടി നമ്മളൊക്കെ പോകേണ്ടിരിക്കുന്നത്. ഇതൊരു സിറ്റി ആയതുകൊണ്ടും അതുപോലെ തന്നെ ശക്തമായ വെള്ളം പോകാനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. ചുറ്റൊക്കെ മുങ്ങിക്കിടക്കുന്ന അവസ്ഥ നോക്കി. പാമ്പും പഴുതാര അടക്കമുള്ള എല്ലാ ജീവികളും അരിച്ചു വരുന്നുണ്ട്. അത്തരത്തിലുള്ള രീതിക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇതിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് അധികം വെള്ളമില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇറക്കമാണ്. ഇപ്പൊ എല്ലാ വെള്ളം അങ്ങോട്ടാണ് ഒഴുകിയെത്തുന്നത്. സോ അത്തരത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ അധികം മഴയില്ല, വെള്ളമില്ല. മഴ ഇങ്ങനെ നിർത്താതെ പെയ്യാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമാകുമെന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത്. കാരണം അത്തരത്തിലാണ് ഈ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ശമനം കിട്ടുന്നില്ല നമുക്ക്. വെള്ളം കയറിയാൻ തുടർന്ന് ഇവിടെ നല്ല രീതിക്ക് ബ്ലോക്കും കാരണം അനുഭവപ്പെടുന്നുണ്ട്. നല്ല രീതിക്ക് മഴയുണ്ട്, നല്ല വഴിക്ക് ബ്ലോക്കും ഉണ്ട്. ഭക്ഷണവും കാര്യങ്ങളൊന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ചെറിയ രീതിക്ക് മഴയ്ക്ക് ശമനമുണ്ട്. സോ ഇപ്പൊ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ മഴ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. നോക്കാം. മഴയ്ക്ക് ചെറിയൊരു ശമനം ഉള്ളതുകൊണ്ട് തന്നെ ഈ വെള്ളം ഇനിയിപ്പോൾ ഒഴുകി പോകണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് ഒഴുകി പോയി കഴിഞ്ഞാൽ ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. അയ്യോ, അവസ്ഥ നോക്കറോ. ഇതൊരു ഒന്നൊന്നര അവസ്ഥ. വേസ്റ്റ് കവറുകളും മറ്റും ഒഴുകി വരുന്നുണ്ട്. അംഗനവാടിയുടെ അവസ്ഥ നോക്കിയപ്പോൾ വളരെ ദയനീയകരമായ അവസ്ഥയിലാണ് ഉള്ളത്. വണ്ടികളും മറ്റും എല്ലാം മുങ്ങിതോ അലമാറയാ എന്തൊക്കെ വീണ് കിടക്കുന്നുണ്ട്. നിങ്ങളിത് കാണുന്നുണ്ട്, പുഴയല്ല നമ്മുടെ റോഡുകളാണ്. എന്താ പറയാനാ. അവസ്ഥ നോക്കുക, ഇതാണ് എന്ത് പറയണോ കണ്ണോത്ത് റോഡിന്റെ അവസ്ഥ. ഇത്തരത്തിലേക്കുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ വെള്ളം നമ്മളെ കൊണ്ടുപോകണം. മനസ്സിലായോ? ആ ഒരു അവസ്ഥ. ആകെ 2-3 മണിക്കൂർ മഴ പെയ്തിട്ടുള്ളൂ. ആ അവസ്ഥയാണ് ഈ ഒരു അവസ്ഥ. എന്തോ പറയാനല്ലേ. എന്താ കാണും.
സോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കൊച്ചിയിലെ വിശേഷങ്ങൾ. സോ മറ്റൊരു പോയി കാണുന്നവരെ